നടി ഉഷ ഹസീന നമുക്കൊപ്പമുണ്ട്. ശ്രീമതി ഉഷ, ഈ അമ്മ യോഗം ഓൺലൈനായി ചേരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന്, നിലവിലൊരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു കമ്മിറ്റി ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ അങ്ങനെ ഒരു യോഗം ചേരാൻ കഴിയുമെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ട് എന്ന ന്യായം പറയാൻ കഴിയും. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പുകളോ സൂചനകളോ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ? ഇല്ല, രാവിലെ മുതൽ ഇത്തരം വാർത്തകൾ കണ്ടപ്പോ ഞാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒന്ന് രണ്ടുപേരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോ അറിഞ്ഞത് ഉടനെ തന്നെ ജനറൽ ബോഡി വിളിക്കുന്നുണ്ട്. പുതിയ ഭരണസമിതി, പുതിയ തലമുറയിൽ ആൾക്കാരെ വെച്ചിട്ടുള്ള മെമ്പേഴ്സിനെ വെച്ചിട്ടുള്ള പുതിയ ഭരണസമിതി വരും. നല്ല രീതിയിൽ മാറ്റങ്ങളോടെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് എന്തുകൊണ്ടാണ് ഈ ഇപ്പം മോഹൻലാൽ അടക്കമുള്ളവരുടെ രാജി ഉണ്ടായത്, അതിനുശേഷം ഇനി എങ്ങനെ സംഘടന മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് ആലോചിക്കാനുള്ള ഗൗരവമേറിയൊരു യോഗം ഉടൻ വിളിക്കുന്നു, അങ്ങനെയാണോ അറിയിപ്പ് കിട്ടുന്നത്? ജനറൽ ബോഡി, കാരണം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊന്നും ഇല്ലല്ലോ. എക്സിക്യൂട്ടീവ് അവര് ഓൺലൈനിൽ കൂടുന്നുണ്ട്. അപ്പൊ അത് അവർ തീരുമാനിക്കും. എക്സിക്യൂട്ടീവ് അല്ല, അഡ്ഹോക്ക് കമ്മിറ്റി. അപ്പൊ അവര് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് എന്ന് ജനറൽ ബോഡി വിളിക്കാൻ പറ്റും എന്ന് വെച്ച് തീരുമാനിക്കാനായിരിക്കും. എല്ലാവരും കൂടെ എന്തായാലും ജനറൽ ബോഡി ഉടനെ ഉണ്ടാവും എന്നാണ് അറിഞ്ഞത്. ഇതിനിടയിലാണ് ഈ ഒരു വിഭാഗം സംവിധായകരും നിർമ്മാതാക്കളും ഈ മേഖലയിലുള്ളവർ പുതിയൊരു സംഘടന എന്ന നീക്കവുമായി പോകുന്നത്. യഥാർത്ഥത്തിൽ ആ നീക്കത്തിന്റെ ഒരു വസ്തുത എത്രമാത്രമുണ്ട്? അങ്ങനെ ഒരു സംഘടിതമായ ഒരു കൂട്ടായ്മ പുതിയൊരു സംഘടനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു മുറവിളി ഉയരുന്നുണ്ടോ? അതിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ടെക്നീഷ്യൻസിന്റെ ആണ്. ഫെസ്ക അല്ലാതെ വേറൊരു സംഘടന വരുന്നു എന്നല്ലേ പറഞ്ഞത്? അതിൽ ആർട്ടിസ്റ്റുകളുണ്ടോ? അത് ആർട്ടിസ്റ്റുകളെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആലോചന, അങ്ങനെയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള സംഘടന അല്ല. അത് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം അങ്ങനെ ഒരു സംഘടന വരുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ അമ്മ എന്ന് പറയുന്ന ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ പല കാര്യങ്ങളിലും പലരും അവിടെ പല കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അതിൽ ഇടപെടാൻ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലിമിറ്റേഷൻസ് ഇല്ലാതെ തൊഴിലിടത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സംഘടന തെറ്റില്ല. പക്ഷെ അതിൽ എത്രത്തോളം ആൾക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവുമോ, എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവണം. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാൻ നല്ല കാര്യമാണ്. ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം തൊഴിലിടത്തിലെ തൊഴിൽ മേഖലയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സംഘടന നല്ലതാണ്. അത് അമ്മയെ അമ്മ സംഘടനയെ നശിപ്പിച്ചുകൊണ്ടല്ല. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ പെട്ടെന്നൊന്നും പുതിയതായിട്ട് വരുന്ന സംഘടനയ്ക്ക് അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കുറെ സമയമെടുക്കും. ഒത്തിരി പ്രായമായ അംഗങ്ങളും ഒക്കെ ഉള്ള സംഘടനയല്ലേ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ കൈനീട്ടമുണ്ട്, ഇൻഷുറൻസ്, അത് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന എത്രയോ അംഗങ്ങളുണ്ടെന്ന് അറിയാമോ? അപ്പൊ പലരും ഉണ്ട്. എല്ലാവരും ഒന്നും ബാങ്ക് ബാലൻസോടുകൂടെ ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഒരു പുകമറയാണ് സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ പലരും. അപ്പൊ അത് ആ ആനുകൂല്യങ്ങള് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ഒന്ന് നശിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒന്ന് കെട്ടിപ്പടുത്ത് വരുമ്പോ ഇതേപോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ സമയമെടുക്കും. അതൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണോ? നമുക്കിപ്പോ നമ്മുടെ ഈ മേഖലയിൽ ഒരു ശുദ്ധി കലശം നടത്തി എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് വരുന്ന മുൻപോട്ടുള്ള യാത്ര സുഗമമായിട്ട് പോവുക, നല്ല രീതിയിൽ ഈ ചലച്ചിത്ര മേഖല പോവുക എന്നുള്ളതല്ലേ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. അല്ലാതെ അവിടെ ഒരു മുക്കിന് സംഘടന, ഓരോരുത്തരെ വാശിക്കും വൈരാഗ്യത്തിനും സംഘടന ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് വരണമെന്നുള്ള ആഗ്രഹം, അതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. നല്ലതിനാണ്. അതെ, നല്ലത്. ഈ അമ്മ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. കാരണം അതിന്റെ രൂപീകരണ കാലഘട്ടവും അന്നത്തെ സാഹചര്യവും അതായിരുന്നു. ശരി തന്നെയാണ്. പക്ഷെ അതിനുശേഷം ആ സംഘടനയ്ക്ക് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഈ മേഖലയിലുണ്ടായി, സിനിമാ മേഖലയിലുണ്ടായി. പലപ്പോഴും ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം ഇരുന്ന് ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന അവരൊക്കെ നിന്ന് പലപ്പോഴും ഉരുകിത്തീരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലാതെ വരുന്നു. അവിടെ ഒരു ട്രേഡ് യൂണിയൻ ചട്ടക്കൂടില്ലായ്മയുടെ ഒരു പോരായ്മ പൊതുവിൽ ബോധ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം, ഒരു ഔദ്യോഗിക സംവിധാനമായി ഇത് വരേണ്ടതല്ലേ? നല്ലതല്ലേ അത് നല്ലതാണ്. അല്ല, അതിപ്പോ അമ്മ സംഘടന ആ ഒരു ആക്ട് പ്രകാരം ചെയ്യാൻ ഇനി സാധിക്കുമോ എന്നുകൂടെ ഒന്ന് നിയമവിദഗ്ധരുമായിട്ട് ആലോചിക്കണം. അവരാലോചിച്ച് ബൈലോയിൽ തന്നെ പല തിരുത്തലുകളും ആവശ്യമുണ്ട്. അതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമാണ്. അതൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് നശിപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം.